ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേര് പാണിയേലി പോരുന്നാണ്. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് ഒരു ഏകദേശം 23 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് വേങ്ങൂർ പഞ്ചായത്തിലാണിത്. ഇത് മറ്റേ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഇതിൽ തന്നെ പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഈ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ചേട്ടനും ചേച്ചി ആ ഒരു കുട്ടിയിലെ ആ ഫാമിലിനെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. പക്ഷേ ഇന്നത്തെ ഇതിൽ എനിക്ക് അവർ കുറച്ചധികം ഹെൽപ്പായി. ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ജിപേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ക്യാഷ് വാങ്ങണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സമയം താമസം വന്നായിരുന്നതെന്ന് വെച്ചാൽ ജിപേ എടുക്കാനായിട്ട് അവിടെ നമുക്ക് ഫോണിൽ നെറ്റ് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അവരുടെ വൈഫൈ കണക്ട് ചെയ്തിട്ട് വന്നിട്ടാണ് ജിപേ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചധികം സ്ഥലം അകത്തോട്ട് നടക്കാനുണ്ട്. അധികം സ്ഥലം എന്ന് വെച്ചാൽ കുറച്ച് സ്ഥലം നടക്കാനുണ്ടായിരുന്നു. വീഡിയോ അധികം ലോങ് ആവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫാസ്റ്റിലിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറ്റിയുള്ള ഇൻഫർമേഷൻ തന്നെ സെൻ്ററാണത്. പിന്നെ അങ്ങോട്ട് പോകണ വഴിക്കായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, മറ്റേ ടീ സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ചേട്ടൻ ആ കുട്ടിക്ക് എന്തോ വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ അത് ഭയങ്കര വലിയ മരങ്ങളാട്ടെ. ഇതിൻ്റെ അറ്റം നോക്കിയിട്ട് കാണാൻ പോലും പറ്റുള്ള അത്ര പൊക്കത്തിലാണ് ആ മരങ്ങളൊക്കെ നിൽക്കുന്നത്. നല്ല കൂളിംഗ് ആട്ടെ. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ തൊട്ട് നല്ല കൂളിംഗാണ്. വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. സൈഡിലൊക്കെ കമ്പി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തോട്ടൊന്നും പോകാനുള്ള പെർമിഷൻ ഇല്ല. ഈ കാണുന്ന വഴി കൂടി മാത്രമേ നടന്നു പോകാൻ പാടുള്ളൂ. മറ്റേ ആനയെ സൂക്ഷിക്കുക ആ ബോർഡ് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇവിടെ വൈകിട്ടായി കഴിഞ്ഞാൽ ആന വന്ന സ്ഥലമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആന അപ്പുറത്ത് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് വെള്ളം കുടിക്കാനൊക്കെ വന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ 8 മണി തൊട്ട് 4 മണി വരെ ആണ് ഇതുള്ളത്, പാസ്സുള്ളൂ. പിന്നെ 4 മണി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 5 മണി വരെ ഇറങ്ങാനായിട്ടുള്ള ഇതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറാൻ പറ്റില്ല. രാത്രിയാകുമ്പോൾ ആനയൊക്കെ വരും എന്നാണ് പറയണത്. ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിച്ച് പയ്യനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയം കുറച്ച് ലേറ്റായി പോട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് എവിടെ പോയാലും പിന്നെ വഴി തെറ്റണത് ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയൊരു ഏകദേശം ഒരു 2-3 മണിയൊക്കെ ആയായിരുന്നു ഞാൻ എത്തിയത്. പിന്നെ അധിക സമയം അപ്പോൾ ഇവിടെ നിൽക്കാനും പറ്റില്ലായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട ശരിക്കും നല്ല എന്താ പറയുക, നല്ല ആ മണ്ണിൽ കൂടി തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഭയങ്കര ഇതാണ്. ഞാൻ കുറച്ച് നേരം ചെരുപ്പ് ഊരിയിട്ടിട്ടൊക്കെ നടന്നായിരുന്നു. എൻ്റെ മുകളിലോട്ട് നോക്കിയാൽ മൊത്തം ഇങ്ങനെ വള്ളിക്കാട് പോലെയൊക്കെ കിടക്കുവാണ്. ആ വെള്ളത്തിൻ്റെ സ്ഥലത്തോട്ടൊക്കെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് അവിടെ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ പറ്റിയ സംഭവങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടന്ന് കഴിയുമ്പോഴാണ് കുളിക്കുന്ന സ്ഥലമൊക്കെ ഉള്ളത്. ശരിക്കും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആനപ്പിണ്ടം ഇവിടെ കിടപ്പുണ്ട്. ആന വന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് കേട്ടോ ഫ്രണ്ട്സ് അതൊക്കെ. അപ്പോൾ അപ്പുറത്ത് മറ്റേ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ആ അപ്പുറം വശത്ത് ആന വെള്ളം കുടിക്കാനൊക്കെ എപ്പോഴും വരാറുണ്ടെന്നാണ് ഇവിടുത്തെ നമ്മുടെ ഫോറസ്റ്റിലെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കണ്ട ഏറുമാടാണ്. അപ്പോൾ അതവരിത് പൊളിച്ച് പണിയുവാണ് കേട്ടോ. ഞാൻ അവരോട് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നടക്കുവാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇവിടെ ശരിക്കും ഒരു ഒറ്റ ദിവസത്തെ ട്രിപ്പ്, 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണവർക്ക് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്.
അത്ര രസമാണ് ഇവിടെ കാണാനായിട്ടൊക്കെ. നേരത്തെ വന്നായിരുന്നു, ഞാൻ വന്നത് കുറച്ച് ലേറ്റായി പോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. വരുവാണെങ്കിൽ കാലത്തൊക്കെ തന്നെ വരുവാണെങ്കിൽ കുറേ അധികം സമയം നിന്നിട്ട് നമുക്ക് പോവാം. ഞാൻ ഏകദേശം ഒരു 2-3 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഇതെല്ലാ സ്ഥലത്തും അവിടെയൊക്കെ ഫുള്ള് ഇല്ലിക്കാടൊക്കെ ഉണ്ടിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ഈ ഇല്ലിക്കാട് എന്ന് പറഞ്ഞാൽ ആന വന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വിളിക്കണ സ്ഥലമാണെന്നൊക്കെ പറയണ കേൾക്കാം. അപ്പം ഞാൻ വന്ന സമയത്ത് വൈകുന്നേരം ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. എല്ലാവരും പോകാനുള്ള ഇതിലേക്കായിരുന്നു. അവിടെ സ്റ്റാഫുകൾ ക്ലീനിങ് ഒക്കെ ചെയ്യുവാണ്. ശരിക്കും നമ്മളൊരു എ സിയിലോട്ട് വന്ന ഫീലിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ അത്രയ്ക്ക് നല്ല കൂളിംഗ് ആണ്. ഇതവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അത് അങ്ങോട്ട് കുറച്ച് പോകുമ്പോഴത്തേക്കും പാറകളാണ്. അപ്പം ഞാൻ ആ ചേച്ചിമാരോട് ചോദിച്ചായിരുന്നു ഇനി ഇവിടെ നിന്ന് അധികം നടക്കാനുണ്ടോയെന്ന്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. കുളിക്കണ സ്ഥലത്തോട്ടൊക്കെ അപ്പുറത്തോട്ടാണ് പോയിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അവിടെ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകണം, അപ്പോഴാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ പോരാന്ന് തീരുമാനിച്ച് പ്ലാനൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്നും അറിയില്ലായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ ഗൂഗിൾ മാപ്പ് ഇട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ലേറ്റായി പോയപ്പോഴത്തേക്കും വഴിയിൽ കുറേ പേരോടൊക്കെ ഇങ്ങനെ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇനി ഇപ്പോൾ പോയാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുള്ള സമയം വൈകി എന്നാലും എനിക്ക് കണ്ടേ പറ്റൂ എന്നുള്ളൊരു ഇൻട്രസ്റ്റിൽ ഒരു വാശിക്ക് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു തരാം കേട്ടോ കുറച്ച് അങ്ങോട്ട് പോകാനുണ്ടെന്ന്. എന്തായാലും ഞാൻ വാശിയെടുത്ത് വന്നിട്ടായാലും എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം വന്നിട്ടത് വെറുതെ ആയില്ല, അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് കാണാനായിട്ട്. ഞാൻ വീഡിയോ എടുത്ത സമയത്തല്ലാട്ട് ഈ സൗണ്ട് കൊടുക്കുന്നത്, ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ഈ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ പുറത്ത് വണ്ടിയുടെ സൗണ്ടും ഹോണടിയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാനിങ്ങനെ കേട്ടോ ഫ്രണ്ട്സ്, എനിക്ക് ഒത്തിരി കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പരമാവധി ഞാൻ അവിടെയൊക്കെ പോകാറുണ്ട്. ഇവിടെയൊക്കെ മുകളിലോട്ട് നിറച്ചിങ്ങനെ പാറക്കെട്ട് പോലെയും ഇങ്ങനെ കല്ലുകൾ പോലെയും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. വലിയ മരങ്ങൾ ഇങ്ങനെ വള്ളിച്ചെടികളൊക്കെ കിടക്കണ പോലെയാണ്. ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാമ്പ് വല്ലതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അതേ കല്ലും ഇതൊക്കെ ചവിട്ടിയുള്ള വഴിയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിറച്ചും തേരട്ട ഉണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ അതും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. ഇതിൻ്റെ അകത്ത് ഈ സ്ഥലത്തോട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ ശരിക്കും എന്തോ ഒരു ഉൾക്കാട്ടിലോട്ട് കയറിയൊരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 സൈഡിലോട്ടൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ആന വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നല്ല ധൈര്യമായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നടന്നത്. ആന വൈകിട്ടാണ് കൂടുതലായിട്ട് വരിക എന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റിലെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയുന്നത്.
ഞാൻ നടന്ന സമയത്ത് എന്തായാലും എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ആണ് അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നത്. കാണാനുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. നമുക്കിങ്ങനെ നേരെ നടക്കുന്ന വഴി കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഇപ്പുറത്തോട്ടൊന്നും കയറാൻ പാടില്ല, അവിടെയൊക്കെ കയറി കെട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറം ബസ്സോട്ടും കയറാൻ പാടില്ല, ഈ നേരെ പോണ വഴി കൂടി മാത്രമേ പോകാവൂ എന്നാണ് അവിടെ ചേട്ടന്മാരൊക്കെ പറഞ്ഞേക്കണത്. അതേ താഴത്ത് കണ്ട തേരട്ട. അപ്പം ഞാനങ്ങനെ നല്ല സുഖമായിട്ട് ഓരോന്നൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ടേക്ക് മൊത്തം നല്ല ഒരു വള്ളിക്കുടിലിൻ്റെ ഉള്ളിൽ കയറിയ പോലത്തെ ഫീലിംഗ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഈ സൈഡിലൊന്നും അങ്ങനെ കുളിക്കാൻ താഴത്തോട്ട് ഇറങ്ങാൻ പാടില്ല, അവിടെ ഇത്തിരി ആഴമുണ്ടെന്ന് തോന്നണം. പിന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആനയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നോക്കി നടന്നില്ലെങ്കിൽ പല്ലുണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് നടക്കണ കാരണം ഇടക്കിടക്ക് കല്ലുമ്പോൾ തട്ടുമ്പോഴാണ് ഈ താഴ്ത്തിട്ട് നോക്കുന്നത്. അപ്പോൾ കണ്ട ഇങ്ങനെ വള്ളി പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പാലം പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം അതിൻ്റെ അടിയിൽ വെള്ളമില്ല. അതിൻ്റെ അങ്ങോട്ട് പോയാലും കുറച്ചും കൂടി കാണാനുണ്ട്. നേരത്തെ കണ്ട ആ ചേട്ടനും ചേച്ചിയും കൊച്ചും കൂടി അവിടെ വെള്ളത്തിൽ തകർത്ത് മറിയുകയാണ് അവർ മൂന്നാളും കൂടി. സ്നേഹത്തേക്കാൾ കൂടുതൽ കള്ളവും ചതിയും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതായത് മനുഷ്യത്വവും മനസ്സാക്ഷിയൊക്കെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കണ ഈ കാലഘട്ടത്തിൽ അതൊന്നും അല്ലാണ്ടും മനുഷ്യത്വവും മനസ്സാക്ഷിയും സ്നേഹവും ഉള്ളിലുള്ള നന്മയുള്ള ആൾക്കാർ ഇപ്പോഴും ഭൂമിയിലുണ്ടെന്നുള്ളതിനുള്ള തെളിവാണ് ഈ ഫാമിലി. അപ്പോൾ ഇവരെനിക്ക് ചെയ്തു തന്ന ഹെൽപ്പ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും പറയട്ടെ. ഞാനങ്ങോട്ട് കല്ലിൻ്റെ അങ്ങോട്ട് ഇറങ്ങും തോറും എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ ഫോൺ എൻ്റെ എങ്ങാനും വെള്ളത്തിലോട്ട് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് അങ്ങോട്ട് ഇറങ്ങിയത്. നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്, നല്ല കണ്ണാടിച്ചില്ലോടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്നേരം പറഞ്ഞ ആ പാലം പോലത്തെ ഇല്ലേ, അപ്പം ഒന്നും കൂടി അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് തന്നെ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചു, പിന്നെ ഒന്നും കൂടി അവിടെ പോയിട്ട് വരാം, അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ വെള്ളം, പാലത്തിൻ്റെ അടിയിലൊക്കെ വെള്ളം കുറവാണ് കേട്ടോ. അവിടെയും ഇതുപോലെ തന്നെ കുറേ പേരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കണൊക്കെ ഉണ്ട്. കുറേ കുട്ടികളും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അവിടെയും ഉണ്ട്. ഇവിടെ കൂടുതലും കുറേ പാറകളൊക്കെ ഉണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ ജോലിയാണ് ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അപ്പുറത്തോട്ട് അധികം പോകാൻ പാടില്ല, ഇവിടം വരെ വരാൻ പാടുള്ളൂ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ മിക്കവരും ഇവിടെ വന്നിട്ടുണ്ടാവും. വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വൺ ഡേ ട്രിപ്പ് ചിലവ് കുറഞ്ഞൊരു സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്.
ഞാനിവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തതുകൊണ്ടാണ് എനിക്ക് വെള്ളത്തിലോട്ടൊന്നും അധികം ഇറങ്ങാൻ പറ്റാഞ്ഞത്. ഇവിടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാൽ എല്ലാവർക്കും നനഞ്ഞു കഴിഞ്ഞാൽ മാറാനൊക്കെ ആയിട്ട് അപ്പുറത്ത് നമ്മൾ വന്ന ഒഴിക്കേണ്ട റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ സേഫായിട്ട് ചേഞ്ച് ചെയ്യാം. ഞാനങ്ങനെ ആദ്യം നിന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് തിരിച്ച് നടക്കുകയാണ്. പാറ ഇതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പല്ലുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കൂടുതലും നമ്മുടെ ലവ് ബേഡ്സുകളാണ് കേട്ടോ. കപ്പിൾസും ഉണ്ട്, പിന്നെ ലവ് ബേഡ്സുകൾ. അവരിങ്ങനെ എല്ലാ സ്ഥലത്തും വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതെ, തേരട്ട ഉണ്ടോ, തേരട്ട. ഞാനപ്പോൾ അവിടെ ഇരിക്കാൻ പോയപ്പോഴേക്കും പെട്ടെന്നാണ് കണ്ടത്. എന്നിട്ട് ഞാൻ പിന്നെ വേഗം അവിടെ നിന്ന് മാറിയായിരുന്നു. ഫ്രണ്ട്സായിട്ട് വരുവാണെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും ഇനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ ലവ് ബേഡ്സ് ആയിട്ടാണ് നിങ്ങൾ വന്നെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണിത്. അതെ, അവരവിടെ തുണിയിലും ചെറിയ മീൻ പിടിക്കണ പോലെയൊക്കെ കളിക്കുകയാണ്. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര കൊതിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവരാൻ കാരണം അങ്ങനെ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലോട്ട് കാലിട്ട് കുറേ സമയം അങ്ങനെ ഇരുന്നിട്ട് നല്ല രസമായിരുന്നു. അപ്പോഴത്തേക്കും സമയം 5 മണി ആകാറായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റിലെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞായിരുന്നു ഇനി അധിക സമയം ഇരിക്കാൻ പാടില്ല, പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പ് നോക്കിയാണ്. അപ്പോൾ ഞാൻ പയ്യനെ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. വെള്ളത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് പോകുന്നു, ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയില്ല, ചേട്ടനും ചേച്ചിയും കൂടി ഉണ്ടായി കൊച്ച്. അവനപ്പോൾ എൻ്റെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഊഞ്ഞാലിടുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇവനെ വീഡിയോ എടുക്കുമ്പോൾ ഇടണമെന്ന്. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ. ഹായ് ഒക്കെ കാണിക്കാം കേട്ടോ പാവം. അപ്പോൾ പോണ ഫോറസ്റ്റിലെ ചേട്ടൻ കുറേ സമയം വർത്താനം പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ നല്ല കമ്പനിയാണ്. വിശേഷങ്ങളും സ്ഥലവും വീട് അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് കുറേ കാര്യങ്ങൾ അവിടുത്തെ എല്ലാം എനിക്ക് പറഞ്ഞൊക്കെ തന്നത്. ഏതാണ് അപ്പോൾ ഡ്രസ്സ് മാറാനുള്ളൊക്കെ സ്ഥലം. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ നനഞ്ഞതുകൊണ്ട് ഡ്രസ്സ് മാറാനായിട്ട് അവിടെ വന്നേക്കുവാണ്. അപ്പോൾ അവരും കൂടി വന്നിട്ട് ഞാനങ്ങനെ പോകാൻ നിൽക്കേണ്ട. അപ്പോൾ അവരെനിക്കൊരു വലിയ ഹെൽപ്പ് ചെയ്തു തന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോൾ തുടങ്ങി അവരായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് നല്ല കൂട്ടായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ പറയും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പിന്നെ സ്ഥലം ചോദിച്ചു അവരുടെ സ്ഥലം. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വന്ന സമയത്ത് എനിക്ക് വഴി തെറ്റി കുറേ വഴി മാറിയൊക്കെയാണ് ഞാൻ വന്നത്. അപ്പോൾ തിരിച്ച് പോകുമ്പോഴും എനിക്ക് വഴി തെറ്റും എന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കണ്ട വഴി എനിക്ക് പിന്നെ കണ്ടാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു വലിയ ഗുണം എനിക്കുണ്ട്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ ഞാൻ 2 വീലറിനാണ് വന്നത്, അവരും 2 വീലറിനാണ്. അപ്പോൾ അവരുടെ പുറകെ പോകുന്നു. അവർ ഇങ്ങനെ പോണ റൂട്ടിൽ കൂടി തന്നെ എനിക്കും പോകും. അപ്പോൾ അവിടം വരെ പകുതി വഴി വരെ അങ്ങനെ ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ പുറകെ പോയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വഴി എത്തിയിട്ട് പോലും ഞാൻ പറഞ്ഞു ഓക്കെ ഇനി ബാക്കി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് പോലും അവർ സാരില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ കൂടെ കുറേ ദൂരം വന്നായിരുന്നു. പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോലും അവർ പോയില്ല എന്നെ സേഫായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരുവിധം ഇരുട്ടായി തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ ഇരുട്ടായതുകൊണ്ട് പോകണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ തന്നെ കുറേ ദൂരം വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ച് അങ്ങനെ റോട്ടിൽ ഓരോ സ്ഥലത്തൊക്കെ നിർത്തിയിട്ട് ഓരോ സ്ഥലങ്ങളെപ്പറ്റി അവിടുത്തെ കാഴ്ചകളെ പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ കുറേ ദൂരം എന്നെ സേഫാക്കി എനിക്കറിയാവുന്ന ടൗണിൽ എത്തിച്ചിട്ടാണ് അവർ തിരിച്ചു പോയത്. അപ്പോൾ എന്തോരം നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അതാണ് ദൈവം നമുക്ക് എപ്പോഴും ഹെൽപ്പിനായിട്ട് ഒരാൾ നമ്മളെവിടെ ഒറ്റക്കാണെങ്കിലും എന്തിനായാലും ഒരാൾ നമുക്ക് തരുമെന്ന് പറയുന്നത്.
അപ്പോൾ എനിക്കന്ന് ഹെൽപ്പിനായിട്ട് കിട്ടിയ ഫാമിലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ.